നിങ്ങളിൽ പലരും ചിന്തിക്കാറുണ്ടല്ലേ, മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ ചേർക്കുന്നു. അപ്പോൾ എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഷുഗർ, പ്രഷർ, BP അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ളവർക്ക് ഈ എണ്ണ വളരെ കുറച്ച് മതി. അപ്പോൾ അവർ ചിന്തിക്കും, ഞാൻ എങ്ങനെ മീൻ ഫ്രൈ കഴിക്കും, എനിക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ, എണ്ണ ചേരുന്നത് കൊണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാനുള്ളൊരു ട്രിക്കാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഏത് മീനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് കഴുകി മസാല പുരട്ടി അങ്ങോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു വാഴയില എടുക്കുക. വാഴയില എടുത്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം വാഴയിലയ്ക്ക് അകത്ത് ഒരല്പം എണ്ണ തടവുക. എണ്ണ തടകണമെന്നില്ല, എങ്കിലും ഒരു ജസ്റ്റ് നമ്മൾ ദോശക്കല്ലിൽ എണ്ണ തടവുന്ന പോലെ ഒന്ന് എണ്ണ തടകുക. അതിനുശേഷം മൺചട്ടിയാണോ ചീനിച്ചട്ടിയാണോ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തേക്ക് ഈ ഇല വയ്ക്കുക. ഇല വെച്ചതിന് ശേഷം മീൻ ഓരോ പീസുകളായിട്ട് പറക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു വാഴയിലയ്ക്കകത്ത് ഒരല്പം എണ്ണ തടങ്ങിയിട്ട് ഈ വാഴയില കമത്തി വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു അടപ്പ് കൊണ്ട് അടയ്ക്കുക. എന്നിട്ട് ഗ്യാസ് ഓണാക്കി ചെറിയ തീയിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്യുക. ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് മുകളിലത്തെ ഇലയും മാറ്റിക്കൊണ്ട് അങ്ങനെ റിട്ടേൺ മറിച്ചിടുക. മേളിൽ നമ്മൾ ഇല വെച്ചിട്ടുള്ളത് കൊണ്ട് ചേർത്ത് മറിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലയിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇത് മറിഞ്ഞു വീണോളൂ. മേളിലത്തെ നമ്മൾ ഇല എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ മേളിലത്തെ ഇല എടുത്ത് മാറ്റിയിട്ട് അടിയിൽ വെച്ചിരിക്കുന്നത് ഒരു ചട്ടുവും കൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് പൊക്കിയതിന് ശേഷം ആ ഇല താഴത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കമത്തുക. അതിനുശേഷം ഈ പ്ലേറ്റ് എടുത്ത് കമത്തി വെക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അടപ്പൊക്കെ മാറ്റിയിട്ട് ഈ സംഭവം ഇങ്ങോട്ട് ചട്ടവും കൊണ്ട് ഇങ്ങനെ കോരിയെടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് വയ്ക്കും. എന്നിട്ട് ആ വരുന്ന മണമുണ്ടല്ലോ, അമ്മാതിരി മണമായിരിക്കും. അമ്മാതിരി മസാല ആണെങ്കിൽ മാത്രമേ ആ മണം വരുള്ളൂ. കാരണം പഴയ കാലത്ത് നമ്മൾ ചായക്കടയിലൊക്കെ പോകുമ്പോൾ, ഹോട്ടലല്ല ചായക്കടയെന്നാണ് പറയുന്നത്, ചായക്കടയിലൊക്കെ പോകുമ്പോൾ വാഴയിലയ്ക്കകത്താണ് ദോശ തരുന്നത്. നല്ല പച്ച വാഴയിലയ്ക്കകത്ത് ചൂട് ദോശ കൊണ്ടിടുമ്പോൾ ആ വാഴയിലയുടെ മണമെന്ന് പറയുന്നത് അസാധ്യ മണമാണ്. അതുപോലെയാണ് ഇത്. നമ്മൾ നല്ല മസാലയൊക്കെ ചേർത്ത് വാഴയിലയ്ക്കകത്ത് ഇത് വാട്ടി പൊള്ളിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും സൂപ്പർ മണവുമാണ്. അതിങ്ങനെ ഒരല്പം പീസിങ്ങനെ നുള്ളി എടുത്തിട്ട് അസാധ്യം. വായിക്കൂടെ തേന് വരുന്നുണ്ട്, അമ്മാതിരി